ജ്ഞാൻവാപിയിൽ ക്ഷേത്രമുണ്ടായിരുന്നതായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. ജ്ഞാനവാപി മസൂദിയിൽ അകഴായ്വ് തുടർന്ന് നടത്തി. To Gyanvapi now in Varanasi, it is the day 2 of the archaeological survey. That this mosque indeed, the Gyanvapi mosque case, is it a mandir or a masjid? ഇപ്പോൾ അയോധ്യയിൽ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം അടുത്ത എല്ലാവരും കൂടുതലായും ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു വാർത്തയാണ്, അതായത് ഗ്യാൻവാബി എന്ന് പറയുന്ന മറ്റൊരു മസ്ജിദിൻ്റെ ASI റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങൾ ന്യൂസ് ചാനലെല്ലാം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പീറ്റ് ആയിട്ടും ഉള്ള ചർച്ച ഇത് തന്നെയാണ്, അതായത് ഗ്യാൻവാബി എന്ന് പറയുന്ന മറ്റൊരു മസ്ജിദിൻ്റെ ASI റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷം പലരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമായിരിക്കും, അതായത് ബാബരി മസ്ജിദ് പൊളിച്ച പോലെ തന്നെ ഈ ഗ്യാൻവാബി എന്ന് പറയപ്പെടുന്ന ഈ ഒരു മസ്ജിദും പൊളിക്കുമോ എന്ന്. അതുപോലെ തന്നെ ഈ ASI റിപ്പോർട്ടുകൾ ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ASI റിപ്പോർട്ടുകളെല്ലാം തന്നെ ഹിന്ദുക്കൾക്ക് അനുകൂലമായി വരുന്നത്, അതുപോലെ തന്നെ ബാബരി മസ്ജിദ് പൊളിച്ച പോലെ തന്നെ ഈ ഗ്യാൻവാബി എന്ന് പറയപ്പെടുന്ന ഈ ഒരു മസ്ജിദും പൊളിക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ ഉള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ ഹിസ്റ്ററിയുമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിട്ട് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ തംസ് അപ്പ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ഐക്കൺ ഒക്കെ പ്രസ് ചെയ്യരുത്. ഇപ്പോൾ വീഡിയോയിട്ട് കിടക്കാം. I played it innocent, a feel of discontent. I'm finally facing it all. അപ്പോൾ ആദ്യം തന്നെ ഈ ഗ്യാൻവാബി എന്ന് പറയപ്പെടുന്ന ഈ ഒരു മസ്ജിദ് ഒരു ഹിന്ദു ക്ഷേത്രമാണ് അവകാശപ്പെടുന്നവരെ എന്ത് കാരണം കൊണ്ടാണ് ഇത് ഇങ്ങനെ അവകാശപ്പെടുന്നത്, അതുപോലെ തന്നെ ഇത് ഇവിടെ എങ്ങനെയാണ് ഈ പ്രശ്നം തുടങ്ങിയത് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഷോർട്ടായിട്ട് ഒരു ഹിസ്റ്ററി നോക്കിയതിന് ശേഷം പിന്നെ ഇപ്പോൾ നടക്കുന്ന പ്രശ്നം എങ്ങനെയാണ്, ASI റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് പറഞ്ഞത്, അതുപോലെ തന്നെ ഈ ഒരു പള്ളി പൊളിച്ചു കളയാൻ സാധിക്കുമോ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഗ്യാൻവാബി എന്ന് പറയപ്പെടുന്ന ഈ ഒരു മസ്ജിദ് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. അപ്പോൾ ഉത്തർപ്രദേശിൽ വാരണാസി, കാശി എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലങ്ങൾ മാക്സിമം, അതായത് ഹിന്ദു ഭക്തന്മാർക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം ഫേമസ് ആണ്. അതായത് ഹിന്ദുക്കളുടെ ഒരു സിറ്റി എന്ന് പോലും പറയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ വാരണാസി എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കോടാനുകോടി ഭക്തരും ഈ ഒരു സ്ഥലത്തോട്ട് എല്ലാ വർഷവും പോവാറുമുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് കാശി വിശ്വനാഥർ കോവിൽ, അതായത് കാശി വിശ്വനാഥ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിന്റെ സ്ട്രക്ചർ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു സൈഡായിട്ടാണ് നമുക്ക് ഈ ഗ്യാൻവാബി എന്ന് പറയപ്പെടുന്ന ഈ ഒരു മസ്ജിദ് അല്ലെങ്കിൽ ഈ ഒരു പള്ളി നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ആ ഒരു പള്ളി, ആ ഒരു അമ്പലത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിന്റെ ഒരു സൈഡിലാണ് ഈ ഗ്യാൻവാബി എന്ന് പറയപ്പെടുന്ന, അതായത് ഈ ഒരു മുസ്ലിം പള്ളി അല്ലെങ്കിൽ ഈ ഒരു മസ്ജിദ് ഉള്ളത്. അപ്പോൾ ഇത് നിർമ്മിച്ചത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മുഗൾ എംപററായ ഔറംഗസീറാണ് ഈ ഒരു മസ്ജിദ് പണിതത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പള്ളി പണിതതിന് ശേഷം വർഷങ്ങളായിട്ട് ഇതിന്റെ പിന്നിൽ വലിയ തർക്കമുണ്ടായിരുന്നു. അതായത് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം ഇടിച്ചു പൊളിച്ചതിന് ശേഷമാണ് ഈ ഒരു, അതായത് അതിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്നെയാണ് ഈ ഒരു മസ്ജിദ് പണിത് എന്ന് പറഞ്ഞ് വർഷങ്ങളോളം നീണ്ട ഒരു തർക്കം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 1990കളിൽ ആദ്യമായിട്ട് ഒരു കേസ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസ് ഫയൽ ചെയ്തപ്പോൾ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റും, അതായത് ഒരു സിവിൽ കേസായിട്ടാണ് ഇത് ഫയൽ ചെയ്തത്. അപ്പോൾ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റും കോടതിക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ഒരു കേസ് ഫയൽ ചെയ്തപ്പോൾ തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആർക്കെങ്കിലും ഒരു കൂട്ടർക്ക് അനുകൂലമായ ഒരു വിധി വരികയാണെങ്കിൽ അതൊരു മതകലാപമായി തന്നെ മാറും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അതൊരു സിവിൽ കേസിൽ നിന്ന് അതിനെ കൺവേർട്ട് ചെയ്ത് അത് ഹൈക്കോടതിയിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലുമായിട്ട് കുറേ വർഷങ്ങളോളം ആ ഒരു കേസ് നീണ്ടു നിൽക്കുക തന്നെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1990കളിൽ ആ ഒരു സമയത്തായിരുന്നു ഈ ബാബരി മസ്ജിദ് പൊളിക്കുന്ന ആ ഒരു പ്രശ്നം നീണ്ടു നിന്നിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായ നരസിംഹറാവു ഒരു ബിൽ പാസ്സാക്കുന്നു. അപ്പോൾ ഈ ഒരു ബില്ലിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ പ്ലേസ് ഓഫ് വർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ബിൽ, അതായത് 1991ലാണ് ഈ ഒരു ബിൽ ലോക്സഭയിൽ പാസ്സാവുന്നത്. അപ്പോൾ നരസിംഹറാവു പാസ്സാക്കിയ ഈ ഒരു ബില്ലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അതായത് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ, അതായത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ 1947 വരെ, അതായത് അതുവരെ ഏതെല്ലാം മസ്ജിദായിരുന്നോ അതെല്ലാം മസ്ജിദായി തന്നെ തുടരും. അതുപോലെ തന്നെ ഏതെല്ലാം ഹിന്ദു ക്ഷേത്രമാണോ അതിനെ പൊളിക്കാനോ അതിനെ കൺവേർട്ട് ചെയ്യാനോ പാടില്ല, അതെല്ലാം ഹിന്ദു ക്ഷേത്രമായി തുടരും. അതുപോലെ തന്നെ മുസ്ലിം പള്ളികളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികളും അങ്ങനെ എല്ലാ വർഷിപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളും അതായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണം. അതായത് അതിനൊരു റൈറ്റ്സ് എടുക്കാനോ അല്ലെങ്കിൽ അതിനെ പൊളിച്ചു കളയാനോ പാടില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇങ്ങനെ ഒരു ബിൽ പാസ്സാക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിൽ പാസ്സാക്കിയതിന് ശേഷം കോടതി തന്നെ ഈ ഒരു ബില്ലിനെ ചൂണ്ടിക്കാണിച്ച് ഈ ഒരു കേസിനെ, അതായത് ഈ ഗ്യാൻവാബി എന്ന് പറയപ്പെടുന്ന ഈ ഒരു മസ്ജിദ് ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞ് ആ ഒരു കേസിനെ തള്ളിക്കളയുന്നു. അപ്പോൾ ഇങ്ങനൊരു ബിൽ പാസ്സാക്കുമ്പോൾ ഈ ബാബരി മസ്ജിദ് പൊളിച്ച ആ ഒരു സമയം കൂടി ആയിരുന്നപ്പോൾ ആ ഒരു ബാബരി മസ്ജിദിനെ ഈ ഒരു ബില്ലിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. കാരണം അതൊരു കേസായിട്ട് അത് നീണ്ടു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്ഷേത്രം മാത്രം ഈ ഒരു ബില്ലിൽ ഇൻക്ലൂഡ് ചെയ്യാതെ ബാക്കിയെല്ലാം തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു. പക്ഷേ ആ ഒരു സമയത്തുണ്ടായിരുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ ആൾക്കാരെല്ലാം തന്നെ അതുപോലെ തന്നെ RSS ആൾക്കാരെല്ലാം തന്നെ പറഞ്ഞ ഒരു ആവശ്യമായിരുന്നു, അതായത് ഈ ഗ്യാൻവാബിയും അതുപോലെ തന്നെ മധുര എന്ന് പറയപ്പെടുന്ന ഈ രണ്ട് ക്ഷേത്രങ്ങൾ
സ്ഥലങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞ് ബാബരി മസ്ജിദ്, അതുപോലെ തന്നെ കാശി വിശ്വനാഥ് പോലുള്ള ഈ ഒരു ഇതും, അതുപോലെ തന്നെ മധുര മറ്റൊരു ക്ഷേത്രവും, അപ്പോൾ ഇത് മൂന്നും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ബിൽ പാസ്സാക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ ആവശ്യമുണ്ടായിരുന്നത്. പക്ഷേ അതിൽ മൂന്നിലും ഈ ബാബരി മസ്ജിദ് മാത്രം ഇൻക്ലൂഡ് ചെയ്ത് ബാക്കി രണ്ടും അവർ കളഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു ബിൽ പാസ്സാക്കുന്നത്. പിന്നെ എങ്ങനെ വീണ്ടും ഇതിൽ പ്രശ്നം ഉയർന്നതെന്ന് വെച്ചാൽ, അതായത് കഴിഞ്ഞ 2021-22 5 സ്ത്രീകൾ പോയി വീണ്ടും ഒരു കേസ് ഫയൽ ചെയ്യുന്നു. അതായത് ഈ ഗാൻവാബി എന്ന് പറയപ്പെടുന്ന ഈ ഒരു മോസ്ക് ഒരു ഹിന്ദു ക്ഷേത്രമായിരുന്നു. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കും അവിടെ പ്രാർത്ഥിക്കാനുള്ള ഒരു അധികാരം, അതായത് ഒരു പെർമിഷൻ തരണം എന്ന് പറഞ്ഞ് ഒരു കോർട്ടിൽ പോയി കേസ് ഫയൽ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനൊരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ 1991 ഒരു ലോ ഉള്ളതുകൊണ്ട് തന്നെ അലഹബാദ് കോർട്ട് പറയുന്നു, അതായത് ഇവിടെ യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഒന്ന് അറിയാൻ വേണ്ടി ASIന്റെ റിപ്പോർട്ടുകൾ വേണം എന്ന് കൊടുക്കുന്നു. പക്ഷേ പെർമിഷൻസ് കൊടുക്കുമ്പോഴും അലഹബാദ് കോർട്ട് പറയുന്നു, അതായത് ആ ഒരു മസ്ജിദിലോട്ട് പ്രാർത്ഥിക്കാൻ വരുന്നത്, അതായത് നിസ്കരിക്കാൻ വരുന്ന ഒരാളെ പോലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ആ ഒരു മസ്ജിദിലുള്ള ഒരു ആണി പോലും പറിക്കാനോ അല്ലെങ്കിൽ അവിടെ കുഴി തോണ്ടാനോ പാടില്ല എന്ന് പറഞ്ഞ് കർശനമായി പറഞ്ഞതിന് ശേഷമാണ് കോടതി ഇങ്ങനെയുള്ള ഒരു അനുവാദം കൊടുക്കുന്നത്. അങ്ങനെ ASI റിപ്പോർട്ടർ, അതായത് ASI ഡിപ്പാർട്ട്മെന്റും പോയി അവിടെ നിന്ന് ഓരോന്നായി റിസർച്ച് ചെയ്യാൻ തുടങ്ങുന്നു. അതിൻ്റെ അടിയിൽ ഒരു ശിവലിംഗം പോലെയുള്ള ഒരു രൂപം അവർക്ക് കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം വന്നപ്പോൾ തന്നെ ആ ഒരു സമയത്ത് വലിയ രീതിയിൽ തന്നെ പ്രശ്നമായി. അതായത് ഒരു പള്ളിയിൽ എങ്ങനെയാണ് ഒരു ശിവലിംഗം വരാനുള്ളത്? അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം, അതായത് അതൊരു ഹിന്ദു ക്ഷേത്രമായിരുന്നു, അതിനെ പൊളിച്ചാണ് പള്ളി പണിത് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ തന്നെ ആ ഒരു പ്രശ്നം നീണ്ടു നിന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ കോടതി ഇടപെട്ട് ആ ഒരു സ്ഥലം മൊത്തം സീൽ ചെയ്യാൻ പറഞ്ഞു. അതായത് അതിലോട്ട് ആരും വരാനും പാടില്ല, അതുപോലെ തന്നെ അതിനെ ഒന്നും തൊടാനും പാടില്ല എന്ന് പറഞ്ഞ് അവിടെ കോടതി സീൽ ചെയ്യാൻ പറയുന്നു. മസ്ജിദിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്ന ആൾക്കാരെല്ലാം പറയുന്നു, അതായത് ഇതൊരു ശിവലിംഗം ഒന്നുമല്ല, ഇതൊരു ഫൗണ്ടൈനാണ്, അതായത് വെള്ളം വരുന്ന ഒരു ഫൗണ്ടൈനാണ് എന്ന് പറഞ്ഞ് അവരുടെ തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻസും അത് കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ച ASI റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് ഏകദേശം 839 പേജുള്ള ഒരു ബുക്കാണ് അവർ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ASI റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവർ പറയുന്നു, അതായത് ഈ ഒരു മസ്ജിദ് ഉണ്ടായിരുന്ന സ്ഥലത്ത് മുൻപ് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഒരു സ്ട്രോങ് പ്രസൻസ് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഈ ASI റിപ്പോർട്ടുകൾ അവർ വ്യക്തമാക്കിയ കാര്യം ഇതാണ്, അതായത് മുമ്പ് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നോ അതിനെ പൊളിച്ചോ അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിൻ്റെ എന്തോ അവശിഷ്ടങ്ങൾ ഇടിച്ചിട്ടാണ് ഈ ഒരു പണിത്, അതായത് ഈ ഒരു മസ്ജിദ് പണിത് എന്നാണ് ASI റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ASI റിപ്പോർട്ടുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ആ ഒരു പള്ളിയിൽ ഉണ്ടായിരുന്ന പല തൂണുകളും പണ്ട് അമ്പലത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ്. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അമ്പലത്തിന് വേണ്ടി, അതായത് പണ്ട് ഹിന്ദു ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന സ്കൾപ്ചേഴ്സ്, അതായത് കൊത്തുപണികളെല്ലാം തന്നെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ, അതായത് ഇപ്പോൾ മസ്ജിദിന് വേണ്ടി ഉപയോഗിച്ച് ആ തൂണുകളിലെല്ലാം കാണാൻ സാധിച്ചു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു സ്ട്രോങ്, അതായത് ഹിന്ദു ക്ഷേത്രം ഉണ്ട് എന്നുള്ള ഒരു സ്ട്രോങ് പ്രസൻസ് ഉണ്ട് എന്നാണ് അവരും പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ, അതായത് പലർക്കും ഉള്ള സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ ASI എന്ന് പറയപ്പെടുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം ഹിന്ദുസ് ആണോ എന്നാണ് പലരുടെയും, അതായത് പല മുസ്ലിംസിൻ്റെയും പല സംശയം. അപ്പോൾ ആ ഒരു ടീമിലുണ്ടായിരുന്ന, അതായത് ഇതിനെ മൊത്തം റിസർച്ച് ചെയ്ത ആൾക്കാരൊക്കെയാണ് നമ്മൾ ഓരോന്നായിട്ട് പേര് വായിക്കാം. അപ്പോൾ ആ ടീമിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ, അതായത് അലോക് ത്രിപാഠിയ, ഗൗതമി ഭട്ടാചാര്യ, സുഭാഷ്, രാജ്കുമാർ പട്ടേൽ, അവിനാഷ് മൊഹദ്ദി, ഇസാർ അലാം ഹാഷ്മി, അതുപോലെ തന്നെ അഫ്താർ ഹുസൈൻ, നീരജ് കുമാർ, വിനയ് കുമാർ എന്ന് പറയുന്ന ഇത്രയും പേരാണ് ഏകദേശം കുറേ മാസങ്ങളോളം അവിടെ പോയിട്ട് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അതിനെല്ലാം തന്നെ സർവേ എടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു 839 പേജുള്ള ആ ഒരു ബുക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം സബ്മിറ്റ് ചെയ്തപ്പോൾ അവർ കുറേയധികം കാര്യങ്ങളും ഇതിനെ എക്സ്ട്രാ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തു. അതായത് N2 എന്ന് പറയപ്പെടുന്ന ആ ഒരു സ്പെസിഫിക് സ്ഥലത്തെല്ലാം തന്നെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിലെല്ലാം കണ്ടുവരുന്ന മണികൾ കാണുന്നു. അതുപോലെ തന്നെ കുറേ, അതായത് പണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ കണ്ടുവരുന്ന പല 3 ദൈവങ്ങളുടെ സ്കൾപ്ചേഴ്സും അതിൽ നിന്ന് വ്യക്തമായി തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നു. അതുപോലെ തന്നെ ആ 34, 32 എന്ന് പറയുന്ന കൽവെട്ടുകളിലെല്ലാം തന്നെ ഹിന്ദു ക്ഷേത്രത്തിൻ്റെ പ്രസൻസിലെല്ലാം തന്നെ അതിൽ നിന്ന് വ്യക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു 839 പേജുള്ള ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇന്ത്യ മൊത്തം ഉള്ള പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഹിന്ദു ക്ഷേത്രമായിരുന്നു, ഇത് പൊളിച്ചു പണിതതാണ്. അപ്പോൾ പലർക്കും ഉള്ള മറ്റൊരു സംശയമാണ്, അതായത് ബാബരി മസ്ജിദിന് സംഭവിച്ച പോലെ തന്നെ ഈ ഗാൻവാബി എന്ന് പറയപ്പെടുന്ന ഈ ഒരു മസ്ജിദും പൊളിച്ചു കളയുമോ? അതായത് പൊളിച്ച് ഇവിടെ ഒരു ഹിന്ദു ക്ഷേത്രം, ഇപ്പോൾ എങ്ങനെ അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നോ അതേപോലെ തന്നെ ഇവിടെ വീണ്ടും ഒരു ഹിന്ദു ക്ഷേത്രം പണിയുമോ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, അതായത് പണ്ട് തൊട്ടേ പല ഹിന്ദുക്കളും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, അതായത് ഹിന്ദുക്കൾക്കും ഇവിടെ പോയി പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഇങ്ങനൊരു ASI റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം, അതായത് ഇവിടെ 2 മതത്തിനും ഇപ്പോൾ ഒരു ഈക്വൽ റൈറ്റ്സ് ഉണ്ട് എന്നുള്ള രീതിയും പ്രൂവ് ആവാൻ തുടങ്ങി. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അലഹബാദ് കോർട്ടിൻ്റെ അന്തിമ വിധി എന്തായിരിക്കും എന്നാണ് പലരുടെയും ചോദ്യം. അതായത് ഒന്നെങ്കിൽ പറയാം, അതായത് ഇതിലോട്ട് ആരും തന്നെ കയറരുത് എന്ന് പറഞ്ഞ് സീൽ ചെയ്യാം,
അല്ലെങ്കിൽ രണ്ടാമത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് രണ്ടുപേർക്കും അതായത് ഒന്നെങ്കിൽ ഹിന്ദുസിനും അതുപോലെ തന്നെ മുസ്ലിംസിനും രണ്ടുപേർക്കും ഈക്വൽ പെർമിഷൻ കൊടുത്ത് അവർക്ക് രണ്ടുപേർക്കും പോയി പ്രാർത്ഥിക്കുന്ന രീതിയിൽ അതൊന്ന് മാറ്റാൻ കഴിയും. അപ്പോൾ ഇതാണ് കോടതിൻ്റെ വിധി മാക്സിമം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇത് പൊളിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചു നോക്കുമ്പോൾ അതായത് 1991 ലോ പ്രകാരം അതായത് ഇത് പൊളിക്കാൻ പാടില്ല. അതായത് ആ ഒരു സമയത്ത് ഏതെല്ലാം അമ്പലങ്ങളായിരുന്നോ അതെല്ലാം തന്നെ അമ്പലങ്ങളായി തന്നെ തുടരും. അതുപോലെ തന്നെ പള്ളികൾ ഏതാണോ അതെല്ലാം തന്നെ പള്ളികളായി തുടരും. പക്ഷേ ആ ഒരു സമയത്ത് 1991 ആ ഒരു ലോനെ ഇനിയും അമെൻമെൻറ്റ് ചെയ്യാൻ കഴിയാൻ പറ്റുകയാണെങ്കിൽ അതായത് ലോക്സഭയിൽ അതിനെ അമെൻഡ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു സംശയം പലർക്കുമുണ്ട്. അതായത് അമെൻമെൻറ്റ് ചെയ്തൂടെ എന്ന് പലർക്കും ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ആ ഒരു അമെൻമെൻറ്റ് പ്രോസസ്സ് എല്ലാം വളരെ ഡിഫിക്കൽട്ടാണ്. അത് നടക്കുമോ എന്നുള്ളത് തന്നെ സംശയമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് പൊളിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതാണ് ഇതിൽ ഉള്ള കാര്യങ്ങൾ. അതായത് A to Z കാര്യങ്ങൾ ഇതാണ്. അതായത് ആദ്യം ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം ഔറംഗസീറാണ് അതിനെ പൊളിച്ച് ഇവിടെ ഒരു മസ്ജിദ് പണിത് എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഇത് വലിയ ടോപ്പിക്കായി ചർച്ച ചെയ്തില്ലെങ്കിലും ഇതിൻ്റെ വിധി വരുമ്പോഴും അതുപോലെ തന്നെ ഇതിന് പിന്നീടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഇത് വലിയൊരു ടോപ്പിക്കായി ചർച്ച ചെയ്യുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ.